ഇന്നത്തെ പ്രഭാതം ഏറ്റവും നല്ല മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന സുപ്രഭാതമായിരുന്നു കേട്ടോ. എൻ്റെ കാറ്റ്ലിയ ഓർക്കിഡ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. കുറച്ചുകൂടി വിരിയാനുണ്ട്. അതിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വിരിയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ആകാശത്ത് കാർമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അതിനിടയിലൂടെ വരുന്ന ചെറിയ വെയിലിൽ തിളങ്ങി നമ്മുടെ കാറ്റ്ലിയ ഓർക്കിഡ്. ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ. നല്ല വെൽവെറ്റ് തുണി കൊണ്ടുള്ള കുഞ്ഞുടുപ്പിൽ ഞൊറിവിട്ട പോലെയില്ലേ? എന്തു മനോഹരമായ കാഴ്ചയാണല്ലേ, എന്തു ഭംഗിയാണല്ലേ. മഴവില്ലിൻ്റെ 7 നിറങ്ങളും എൻ്റെ കാറ്റ്ലിയ ഓർക്കിഡ് കട്ടെടുത്തോ എന്നെനിക്കൊരു സംശയം അല്ലേ. ഇടയ്ക്കിടയ്ക്ക് മേഘങ്ങൾക്കിടയിലൂടെ വന്നെത്തി നോക്കുന്ന സൂര്യരശ്മികളിൽ തിളങ്ങുന്ന വെൽവെറ്റ് തുണി പോലെ എന്തു ഭംഗിയാണല്ലേ അതിനെ വർണ്ണിക്കാൻ. അതിനുള്ളിൽ തലനീട്ടി നിൽക്കുന്ന ഒരു ചെറു മീനിനെ കണ്ടോ? അതിലാണ് നമ്മൾ പരാഗണം നടത്തുന്നത് കേട്ടോ. ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്യുമ്പോൾ പരാഗണം നടത്തി നമ്മൾ പുതിയ വിത്തുകൾ ഉണ്ടാക്കുന്നത് അതിൽ നിന്നാണേ. അപ്പോഴേ അധികം സാഹിത്യമൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമ്മളതിനെ ശ്രദ്ധിക്കാറില്ലല്ലോ. വിരിഞ്ഞ് വന്ന് കഴിയുമ്പോഴാണ് അറിയാറ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യമാണ് ശരിക്കും പൂ വിരിയുന്നതും അതിൻ്റെ മുട്ടുകളും ഒക്കെ ഒന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. കാര്യം പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഇതിൽ പൂവിട്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് നോക്കി നിന്ന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല. ഇതിപ്പോൾ ബാൽക്കണിയിലായതുകൊണ്ട് നമ്മൾ ഡെയിലി കാണുന്ന ഒരു സ്ഥലമായതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ കണ്ണിൽ പെട്ടു. അങ്ങനെ നമ്മളത് കണ്ടു. അപ്പോൾ അതിമനോഹരമായി കാഴ്ച വർണ്ണിക്കാനാവുന്നതിനപ്പുറമാണെന്നൊക്കെ പറയുന്നത് പോലെ അത്രയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ എനിക്കിന്ന്. അപ്പോൾ കാറ്റ്ലിയ ഓർക്കിഡിൻ്റെ പരിചരണത്തെക്കുറിച്ചും അതെങ്ങനെ നടുമെന്നതിനെക്കുറിച്ചും വാട്ടറിങ് എങ്ങനെ ചെയ്യാമെന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുൻപുള്ള വീഡിയോസിലുണ്ട്. നേരത്തെയുള്ള വീഡിയോസാണ്. എങ്കിലും ഇപ്പോൾ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നല്ല തണുപ്പ് കിട്ടുന്നത് കൊണ്ടുമാണ് കേട്ടോ ഇതിൽ പൂവുണ്ടായത്. അപ്പം നല്ല തണുപ്പ് ഇതിനാവശ്യമാണ്. എന്നാൽ അധികം ചൂടും ആവശ്യമില്ല. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വെയിലിന് നല്ല ചൂടാണ്. നമുക്ക് മഴയുണ്ട്, മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളൂ. പക്ഷേ അതിന് ശേഷം വരുന്ന ചൂട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ചെടി ആയതുകൊണ്ട് തന്നെ അത് താങ്ങാൻ കഴിയില്ല അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അത് തണലത്ത് വെക്കാൻ ശ്രമിക്കുക. എനിക്ക് വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാനതവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ എന്തായാലും നല്ല വെയിൽ കിട്ടി, അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടി, അതിലൊരു പൂവൊക്കെ ഇട്ടു. അതിലെനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാറ്റ്ലിയ ഓർക്കിഡ് അതിമനോഹരമായി പൂവിട്ടിരിക്കുന്നു. അതിൽ പരം സന്തോഷം വേറൊന്നുമില്ല. ശരിക്കും കേക്ക് മുറിക്കണം എന്നാണ് തോന്നുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ വന്നു. ആ മഴയിൽ എൻ്റെ ചെടി നനയുകയും ചെയ്തു കേട്ടോ. ശരിക്കും ഈ പൂ മഴ നനയ്ക്കരുത്. അതിൻ്റെ മുകളിലത്തെ പൂവിൻ്റെ മുകളിലത്തെ കോട്ടിങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നത് ചീത്തയായി പോവും. അതുകൊണ്ട് ഒരിക്കലും അത് മഴ നനയ്ക്കരുത് കേട്ടോ. മഴ നനയാതെ നമ്മൾ നോക്കണം. പക്ഷേ അകത്തോട്ട് കയറ്റി വെച്ചിട്ടും അത് മഴ നനഞ്ഞു പോയി. സാരമില്ല, ഞാനത് ഉണക്കിയിടും. അപ്പോഴേ നമ്മുടെ ഓർക്കിഡ് വിശേഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. പുതിയ ഓർക്കിഡ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ഞാൻ പുതിയതായിട്ട് ചാനൽ ഒന്നുകൂടി തുടങ്ങിയതാണ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ പുതിയ ഓർക്കിഡ് വിശേഷങ്ങളുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.